ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ആ സക്സസിൻ്റെ 100% ഉത്തരവാദിത്വം നാം സ്വയം ഏറ്റെടുക്കണം. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു വിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. 3 എന്ന് പറയുന്നത് നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ, നമ്മെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നവർ, ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ്, ഇവരെയൊന്നും ഔട്ട് ഷെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. 4 എന്ന് പറയുന്നത് സ്പീക്ക് വിത്ത് പെർഫെക്ഷൻ. നമ്മുടെ റെപ്യൂട്ടേഷൻ ഗൈഡ് ചെയ്തിരിക്കണം. അതായത് റെപ്യൂട്ടേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സംസാരിക്കണം എന്നുള്ളതാണ്. അതാണ് ചില വ്യക്തികളൊക്കെ എന്തെങ്കിലും സംരംഭം തുടങ്ങി കഴിയുമ്പോൾ തന്നെ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അതിനധികം ആയുസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ റെപ്യൂട്ടേഷൻ കാത്ത് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. വേറെ കാര്യങ്ങൾ എന്തെന്ന് പറയുന്നത്, അതായത് ഒരു സക്സസ് ആയൊരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 1 എന്ന് പറയുന്നത് കറേജസ്, എപ്പോഴും ധൈര്യമുള്ളവനായിരിക്കും ഈ സക്സസ് ആയൊരു വ്യക്തി. അവർക്ക് ഒന്നിനെക്കുറിച്ചൊരു ഭയം ഉണ്ടാവില്ല. ഒരാൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ കുറേ പേര് നമുക്ക് ഉപദേശങ്ങളായിട്ട് വരും, അഡ്വൈസായിട്ട് വരും. അതങ്ങനെ ശരിയാവില്ല, ഇതിങ്ങനെ ആവുമോ, അപ്പോൾ നമ്മളതിൽ പെട്ടുപോകും. പക്ഷേ ഇങ്ങനെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതായത് എന്ത് വന്നാലും ശരി, ഞാൻ ഇത് തുടങ്ങി, എനിക്ക് വിജയം ആണ് ആഗ്രഹം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ഭയം ഉണ്ടാവില്ല. സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ ദിവസവും അവർ എന്തെല്ലാം പുതിയ പുതിയ സാധ്യതകളുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ 2 എന്ന് പറയുന്നത് അവർ വരെ ഉദാര മനസ്കരായിരിക്കും. ഇങ്ങനത്തെയുള്ള വ്യക്തികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കും. ബിസിനസ്, അതായത് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിരിക്കും. പിന്നെ എപ്പോഴും ഇവരെ എന്ത് ചെയ്യും, പ്രോ ആക്റ്റീവ് ആയിരിക്കും. പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ സാധ്യതകൾ, അവർക്ക് ഇന്നുള്ള സാധ്യത അറിഞ്ഞുകൊണ്ട് ലൈഫിൽ മുന്നേറാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കും, പരതിക്കൊണ്ടിരിക്കും. 4 എന്ന് പറയുന്നത് അവർ അഡ്വഞ്ചറസ് ആയിരിക്കും. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസികതയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും. 5 എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ്, അവരെപ്പോഴും എന്താണ്, അവർ നെഗറ്റീവ്, ഒരു അരിപ്പ പോലെ ആയിരിക്കും. അതായത് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കില്ല. അതെല്ലാം ഒരു തരിപ്പയിൽ ചായ പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടികളൊക്കെ അതിലും നന്ന് നിറയുന്നത് പോലെ അവരുടെ മനസ്സ് അത്രയും അവർ പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കും. ദുഃഖം വരുന്ന സമയത്ത് അവർ കാണിക്കില്ല, പബ്ലിക്കിന് കാണിക്കുകയില്ല. അവരെപ്പോഴും ആ ഒരു ധൈര്യത്തിലായിരിക്കും നടക്കുക. ആരെന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ ഇനി എന്ത് സാധ്യതകളാണ് മുന്നോട്ട് എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കും. ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അവർ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഇനി എന്ത് എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ ക്ഷമ, അവർക്ക് ഉണ്ടാകുന്ന വേറൊരു ഗുണം എന്ന് പറയുന്നത് ക്ഷമയുണ്ടായിരിക്കും. കാര്യങ്ങൾ ഇപ്പോൾ ഇന്നൊന്നും കിട്ടിയില്ല, ഇപ്പോൾ ഒരാഴ്ച എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ച പോലൊന്നും ആയില്ല എന്നായിട്ടിട്ട് പോകില്ല. അവരാ ക്ഷമിച്ച് അവർ കാര്യങ്ങൾ അടുത്ത പടി എന്താണ് എന്നുള്ളത് നോക്കിയിരിക്കും. അപ്പോൾ ഒരു വ്യക്തി, നിങ്ങൾ സക്സസ് പേഴ്സൺ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ച ആളുകളെ കണ്ട് അവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണങ്ങളെന്ന് പറയുന്നത്. പരാജയം വന്നു കഴിഞ്ഞാലും അതും അവർ ഏറ്റെടുക്കും. കാരണം ഈ ഒരു പരാജയം ഉണ്ടായത് എന്തിനാണ് ഈ പരാജയം ഉണ്ടായത്, അതിൽ നിന്ന് അവർ പഠിക്കും. എന്താണ് എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക്, അല്ലാതെ അവിടെ തളർന്നു പോവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ പരുന്തിനെ കണ്ടിട്ടില്ലേ, പരുന്ത് മുകളിലൂടെ പറന്നു പോകുന്ന സമയത്ത് താഴേക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേടിയിട്ടേ അത് അടങ്ങുള്ളൂ. അതായത് 2-3 കിലോമീറ്റർ അതിങ്ങനെ ഉയർന്ന് പറക്കുകയായിരിക്കും. താഴെ ഒരു പുഴയിൽ ഒരു മത്സ്യം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ പരുന്ത് കാണുന്നത്, അതായത് ആഴക്കടലിന് ഉള്ളിൽ, അതായത് മത്സ്യത്തിനെയാണ് ഈ പരുന്ത് കാണുന്നത്. എന്നിട്ട് ആ സ്പോട്ടിൽ അതിനെ കുത്തിയെടുത്ത് പറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെയായിരിക്കും ഈ സക്സസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അവർ വിജയിക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമാണ് എൻ്റെ ജീവിത ലക്ഷ്യം നേടുമെന്നുള്ള 100% ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും അവർ മുന്നിലേക്ക് നടക്കും. ഇതുപോലെ ആയിരിക്കണം ഓരോ വ്യക്തികളും. കാരണം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്.
പലരും പറയും അവരുടെ ഭാഗ്യമാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തത്, എൻ്റെ ഭാഗ്യമാണ്, അവർക്കൊരു ഭാഗ്യം. ഒരിക്കലും ഭാഗ്യം ഒന്നിനെയും തുണയ്ക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൽ അവരുടെ എന്തുണ്ട്, ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ മറ്റുള്ളവർ തമാശയായി ഇരിക്കുന്ന കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് നോക്കുക, എന്താണ് അതിൽ സംഭവിച്ചത്, ഇനി എന്താണ് നേട്ടം എനിക്കതിനുണ്ടാക്കേണ്ടത് എന്നുള്ളതായിരിക്കും ഇവർ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊന്നും ഇവരെ തളർത്താൻ പറ്റില്ല. ഇവരെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്പീഡിലായിരിക്കും പെട്ടെന്ന് നടക്കുന്നത്. പിന്നെ മുഖത്ത് കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക. ഇതൊക്കെ ഇവരുടെ ഗുണങ്ങളാണ്, പോസിറ്റീവ് ഗുണങ്ങളാണ്. ഇമോഷൻസ് ആണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ താണ്ടിയിട്ട് തന്നെയാണ്. കുറച്ചൊരു കറേജൊക്കെ വേണം, ഇത് നല്ല ധൈര്യമൊക്കെ വേണം നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എന്തൊരു ചെറിയ ഒരു സംരംഭം നമ്മളെ അത്രയും നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വിജയിക്കാൻ നമുക്ക് 100% സാധിക്കും. അപ്പോൾ വിജയിച്ച വ്യക്തികളുടെ അവരുടെ പാത്തിലൂടെ സഞ്ചരിക്കുക. അത് എന്ത് കാര്യവും അങ്ങനെ അവരെന്താണ് ചെയ്തത്, അവരെങ്ങനെയാണ് വിജയിച്ചത്, അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നേറാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ലൈഫ് അടിപൊളിയാക്കി നീങ്ങും. പിന്നെ ഒന്നിനെക്കുറിച്ച് നമുക്കൊരു വേവലാതി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ഉയർന്നു വരുന്ന വലിയ സംരംഭകരൊക്കെ അവർക്ക് ഇത്രയും ബിസിനസ് വളരുന്നത്. അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 10% അവർ നീക്കി വെക്കും. എന്ന് വെച്ച് ആ ഭാഗം എടുത്ത് വേറൊരു ബിസിനസ് തുടങ്ങും. അങ്ങനെയാണ് ബിസിനസ്സിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. അല്ല, നഷ്ടം വരുമ്പം അതും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൽ നിന്ന് പഠിക്കും എന്താണ് വന്നിട്ടുള്ളത്, എന്നിട്ട് അതിനെ കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ അതുപോലെ ഉദാരമനസ്കരായിരിക്കും. എന്ത് കാര്യം മറ്റുള്ളവർക്ക് ചെയ്ത് അത് കിട്ടുന്നൊരു പങ്ക് മറ്റുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുക്കും തോറും എന്താണ് നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും അല്ലേ, അതൊരു നിയമമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും വിജയിച്ചവരുടെ പാത എന്താണ് അവർ ചെയ്യുന്നത് അതിലേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ജീവിതം അടിപൊളിയാക്കുക. നമ്മൾ സ്വയം, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് മനോഹരമായിട്ട് വേറൊന്നും തന്നെയില്ല അല്ലേ. ആരുടെ മുന്നിൽ നമുക്ക് എന്ത് വേണ്ട, കൈ നീട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത പ്രാവശ്യം വരുന്നതാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജീവിതം മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.